അങ്ങനെ ടർബോ റിലീസ് ചെയ്യാനായിട്ട് ഇനി വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മെയ് 23 ടർബോ വേൾഡ് വൈഡ് റിലീസ് ചെയ്യാണ്. മധുരരാജയ്ക്ക് ശേഷം മമ്മൂട്ടി ആൻഡ് വൈശാഖ് ഒന്നിക്കുന്ന ഈ സിനിമയ്ക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വ്യാപകമായിട്ട് എല്ലാ മമ്മൂട്ടി ഫാൻസ് അടക്കം ഒരുപാട് പേര് പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് പോസ്റ്റർ മാത്രമേ ഉള്ളൂ, ട്രെയിലർ വരുന്നില്ലേ, വേറൊരു പ്രൊമോഷൻ ആക്ടിവിറ്റീസും ടർബോന്റെ ടീം ചെയ്യണില്ലേ എന്നുള്ളൊരു കാര്യമാണ്. പൊതുവെ നമുക്കറിയാം മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾ റിലീസിനോട് അടുക്കുമ്പോൾ അവർ വലിയ കാര്യമായിട്ട് പ്രൊമോഷൻ ചെയ്യാറില്ല. ഇതേ സെയിം ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇതേ സെയിം ആയിട്ടുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കണ്ണൂർ സ്ക്വാഡിന്റെ റിലീസ് ടൈമിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊമോഷൻസ് നല്ല രീതിയിൽ കൊടുക്കാത്തത് കൊണ്ട് സിനിമ വിജയിക്കില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ. പക്ഷെ കണ്ണൂർ സ്ക്വാഡ് നല്ല രീതിയിലുള്ള കളക്ഷൻ, നല്ല രീതിയിലുള്ള ഹിറ്റും കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ അപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻസ് കുറച്ചും കൂടി കൊടുത്തിരുന്നെങ്കിൽ മേ ബി കുറച്ചും കൂടി നല്ല ഒരു എന്താ പറയാ ഒരു 100 കോടി ക്ലബിൽ ആ സിനിമ കയറേണ്ട ലെവലിലേക്ക് വന്നേനെ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ രണ്ട് ഭാഗത്ത് നോക്കുമ്പോഴും ശരിയുള്ള കാര്യം തന്നെയാണ്. പ്രൊമോഷൻസ് ഒരു സിനിമയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എത്രത്തോളം പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാലും സിനിമയ്ക്കുള്ളിൽ കഥയും കാമ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് ഒരുപാട് സിനിമയുടെ ഉദാഹരണമാണ്. മമ്മൂക്കയുടെ ഐഡിയോളജി അതാണെന്നാണ് പലയിടത്തുനിന്നും പല ഇന്റർവ്യൂവിലും പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതായത് സിനിമ നന്നായി കഴിഞ്ഞാൽ ജനങ്ങൾ പോയിട്ട് തിയേറ്ററിൽ സിനിമ കാണും. അപ്പൊ ആ ഒരു പ്രൊമോഷൻ മതി, വെറുതെ ആൾക്കാരെ പറഞ്ഞിട്ട് ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് കാണിക്കണ്ട എന്നുള്ളത്. പക്ഷെ ടർബോ പോലത്തെ ഒരു മാസീവ് മൂവി എന്ന് പറയുമ്പോൾ ഈ സിനിമയ്ക്കൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മലയാള സിനിമ നിൽക്കുന്ന സ്റ്റേജ് നമുക്കറിയാം. എല്ലാ ഭാഷകളും നല്ല രീതിയിൽ മലയാള സിനിമനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആവേശം തന്നെ 150 കോടി ക്ലബിൽ കയറി. സൗത്ത് ഇന്ത്യയിലെ പല നടിമാരും ആവേശം കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു. അപ്പൊ ആ ലെവലില് ദുൽഖർ സൽമാൻ നല്ലൊരു എല്ലാ സ്റ്റേറ്റ്സിലും നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ ദുൽഖറിന്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ടർബോന്റെ പോസ്റ്റേഴ്സ് ഇടുന്നു. മമ്മൂക്കയുടെ ഈ പറയുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും ടർബോന്റെ പോസ്റ്റേഴ്സ് വരുന്നു. അപ്പൊ ടർബോ എന്ന് പറയുന്ന സിനിമനെ പറ്റി എല്ലാവരും നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്ത് കാണുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ടർബോ എന്ന് പറയുന്ന സിനിമയിൽ മൾട്ടികാസ്റ്റിംഗ് ആണ്, മറ്റുള്ള ഭാഷകളിലെ നടന്മാര് വരുന്നുണ്ട്. സോ ഒരു ശരിക്കും ഒരു വൈഡ് റിലീസ് കൊടുക്കാവുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഇനീഷ്യലും നല്ല കളക്ഷനും വരാൻ പറ്റാവുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊജക്ട് തന്നെയാണ്. ആ സിനിമയ്ക്ക് കുറച്ചും കൂടി പ്രൊമോഷൻസ് കൊടുക്കായിരുന്നു എന്നാണ് എന്റെ ഒപ്പീനിയൻ. ട്രെയിലർ എന്തായാലും ഈ സിനിമയുടെ ഒരാഴ്ച മുമ്പ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഓൾമോസ്റ്റ് കാര്യം കൺഫേം ആയിട്ടുണ്ട്. ട്രെയിലറിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് 14 സെക്കൻഡാന്ന് തോന്നുന്നു ട്രെയിലർ സെൻസറിങ് കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും നല്ലൊരു ആക്ഷൻ ട്രെയിലർ തന്നെ ഈ സിനിമയുടെ റിലീസിന് മുമ്പ് അവർ ഇറക്കി വിടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അപ്പോഴേക്കും ഒരു മൊത്തത്തിലുള്ള ഒരു കുലുക്കം ഉണ്ടാക്കും സിനിമയ്ക്ക് മുമ്പ് തന്നെ. സോ എന്തായാലും ടർബോ ഒരു ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ടർബോ കാണാൻ നല്ല വെയിറ്റിംഗ് ആണ്. മെയ് 23 ജൂണിലായിരുന്നു റിലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയ് 23 ആക്കി. സോ എന്തായാലും ടർബോനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനിയും വരും ദിവസങ്ങളിലൊക്കെ വരും. അപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.